ഓൺലൈൻ അപ്ലൈ ചെയ്യാനുള്ള സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആണ്. എല്ലാവർക്കും ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. വെള്ളം ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ പുതിയതായിട്ട് അപ്ലൈ ചെയ്യാനോ, ഇൻ കേസ് നിങ്ങൾ BPL കാർഡിലുള്ളവരാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് അപ്ലൈ ചെയ്യാനോ, അല്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ആനുകൂല്യം മേടിക്കുന്നവരാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനോ ജനുവരി 1 മുതൽ ജനുവരി 30 വരെയുള്ള ഡേയ്സ് ആണ് ഉപയോഗിക്കുന്നത്. അത് എല്ലാ വർഷവും നിങ്ങൾ ഓൾറെഡി സിസ്റ്റത്തിൽ ഉള്ളവരാണെങ്കിലും ജനുവരി 1 മുതൽ 30 വരെയുള്ള ഡേയില് എല്ലാ വർഷവും ഇത് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ആളുകൾ ഇനി പുതിയതായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ളവരാണെങ്കിൽ അതിന്റെ ഓപ്ഷനും പറയുന്നുണ്ട്. മൂന്നാമത്തെ കാറ്റഗറി പുതിയതായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കിട്ടിയിരിക്കുന്നത് പറയുന്നത് ഓൾറെഡി പാവപ്പെട്ടവനാണെന്നുണ്ടെങ്കിൽ സ്വന്തമായി വീട് ഉണ്ടാവണം നിർബന്ധമില്ലേ, ചിലപ്പോൾ വാടകയ്ക്കായിരിക്കും കിടക്കുന്നത്. അപ്പോ 2026 ഏറ്റവും നല്ലൊരു പുതിയൊരു കാര്യം വന്നിരിക്കുന്നു പറയുന്നത് വാടകയ്ക്ക് കിടക്കുവാണെങ്കിലും അയാളുടെ വാടക ചീട്ടും അതുപോലെ നിങ്ങൾ ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇനി മുതൽ ഈ പറയുന്ന ഇത്ര ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. 30 വരെയാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ് ഉള്ളു കൊടുക്കാനുള്ള. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഗൂഗിളിൽ KWA.Kerala.gov. എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അതിനകത്ത് കൺസ്യൂമർ കോർണർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. BPL ആപ്ലിക്കേഷൻ എന്ന് കാണിച്ചിരിക്കുന്ന ആ പോയിന്റ് ആണ് നമുക്ക് എടുക്കേണ്ടത്. അപ്ലൈ ഓൺലൈൻ നൗ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ അതിനകത്ത് BPL ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അതിനകത്ത് അപ്ലൈ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. കൺസ്യൂമർ ID മൊബൈൽ നമ്പറും രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും ക്ലിക്ക് ചെയ്തതിനു ശേഷം സബ്മിറ്റ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും വരും. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയുള്ളവരുടെ അപ്ഡേറ്റ് ആകുന്നതാണ്. അപ്പോൾ ഇതുവരെ BPL അല്ല എന്ന് കൊടുത്തിരുന്നവരുടെ BPL ആക്കി കിട്ടുന്നതാണ്. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ റെന്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിനകത്ത് BPL ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം കൊടുക്കുക. വീണ്ടും കൺസ്യൂമർ ID, രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ കൊടുക്കുക. ഇത് റെന്റഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അതേപോലെ തന്നെ ഓണർ നെയിം, ഓണർ അഡ്രസ്സ്, ഓണർ ഫോൺ നമ്പർ കൊടുക്കുക. ഓണർ ഡിക്ലറേഷനും അതേപോലെ റെന്റ് അഗ്രിമെന്റും ഇതിനകത്ത് ഫയലായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ കാര്യം. ഇനി അടുത്തതെന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കൺസ്യൂമർ ID ചെക്ക് ചെയ്യുക, കൊടുക്കുക. then അതിനുശേഷം തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആലോചിക്കുക, ഈ ഒരു അപ്ഡേറ്റ് എല്ലാവർക്കും ഏറ്റവും മുഖ്യമായുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്തേ പറ്റുള്ളൂ. ഉപകാരപ്രദമായുള്ള വീഡിയോസ് ആണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. എല്ലാ സമയത്തും അങ്ങനെ ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെടട്ടെ. നിങ്ങൾ കാരണം ഒരാളിലേക്കെങ്കിലും ഈ ഒരു അറിവ് എത്തട്ടെ. അവർക്ക് കുറച്ച് അവരുടെ സാമ്പത്തിക ഭദ്രതയിൽ ഒരു ഏറ്റവും മെയിൻ കാര്യമായിരിക്കും. സിംപ്ലി ആലോചിച്ചാൽ മതി. 1000 രൂപ വെച്ച് 10 മാസം കൊടുത്ത 10,000 രൂപയെ, ഒരു 2000 ആണെങ്കിൽ ഏകദേശം 20,000 രൂപയെ അത് അവർക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉപയോഗിക്കാമല്ലോ. കുട്ടികളുടെ പഠനം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഇനിയും ഉപകാരപ്രദമായുള്ള വീഡിയോസുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.